ലൂമിനോറിന്റെ പേജിൽ ഒരുപാട് പേഷ്യന്റ് ടെസ്റ്റിമോണിയൽസ് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ പേഷ്യൻസുമായിട്ട് ഒരു ബോണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്? ബോണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരിയാണ്. അതെ, ഞങ്ങൾക്കും പേഷ്യൻറ്റിനോട് ബോണ്ട് ഉണ്ട്, തിരിച്ചവർക്കും നമ്മളോട് ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഇൻറ്റൻഷനലി ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിച്ചിറങ്ങിയ ഉടനെ ഞാൻ അത്ര റെസ്പോൺസിബിൾ ആയിരുന്നില്ല. റെസ്പോൺസിബിൾ ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ പഠിച്ച കാര്യം നമ്മളൊരു ജോലിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനീഷ്യലി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പേഷ്യൻറ്റിനോട് ഇടപഴകുമ്പോഴാണ് അത് മാറുക. അപ്പം അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളത് കാരണം ഞാൻ അത്രയും ഓർത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി ഒരു ചിപ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒത്തിരി പല്ലുകൾ മിസ്സായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഇത് കറക്റ്റ് ചെയ്യാൻ ഒത്തിരി കോസ്റ്റ് വരും. പുള്ളിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കുന്ന ചിപ്സ് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റണില്ല ഡോക്ടറെ, അപ്പം ഞാൻ എങ്ങനെയാ ഒരാൾക്ക് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞെങ്കിൽ അത് എന്നെ ഹോണ്ട് ചെയ്തു. പുള്ളി അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണല്ലോ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അത്ര റെസ്പോൺസിബിൾ ആയിരിക്കണം തിരിച്ച്. അപ്പോൾ ഇനീഷ്യൽ സമയത്ത് ഒരു മേജർ കേസാണ് ശരിക്കും അത് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെ പോലും എനിക്ക് അറിയില്ലായിരുന്നു പ്രോപ്പർ അതിൻ്റെ പ്രോട്ടോകോൾ. ഞാൻ അതിനു വേണ്ടി അത് പഠിച്ചു. ആ ഒരു സംഭവത്തിന് വേണ്ടി പുള്ളിക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. കൂടെ നമ്മളിപ്പോൾ ഒരു കേസ് കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ അങ്ങനെയാണ് വരിക. പുള്ളി നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുന്നു, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ലുമിനോറിലേക്ക് ഒരു പേഷ്യൻ്റ് ആദ്യമായിട്ട് വരുമ്പോൾ അവരവരുടെ കൺസേൺ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിന്ന് നമുക്ക് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ അത് പേഷ്യൻ്റായിട്ട് ആദ്യമേ ഡിസ്കസ് ചെയ്യും. ഇപ്പം മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്മൈൽ ഡിസൈനിങ് പോലുള്ള കാര്യങ്ങൾ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് കൂടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അവർ കാണിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എത്തിക്കാനും സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് പോകുന്നത്.